ഡീൽ വിവാദത്തിന് പിന്നാലെ SDPI വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി എന്നീ വിഷയങ്ങളിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോര് കടുപ്പിച്ച് മുന്നണികൾ. SDPI CPIM ബന്ധം ചർച്ചയാക്കി LDFിനെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം. FCRA ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ആശങ്ക ഉന്നയിച്ചതോടെ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനവുമായി LDFും UDFും രംഗത്തെത്തി. കേരള കോൺഗ്രസ് M ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലേക്ക്. ഈ ലൈസൻസ് കൊടുക്കുന്നതും ഈ ലൈസൻസ് റദ്ദാക്കുന്നതും ആർക്കാണ് അതിൻ്റെ അധികാരം? BJPക്കാണ്, കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ അത് ബോധപൂർവം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്യും. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു പീഡനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നു, അത് ക്രൈസ്തവ ലോ ബോർഡ് അത് ഇന്ന് രൂപീകരിക്കാനുള്ള അവരുടെ ഉള്ളിൽ അതിൻ്റെ പണിപ്പുരയിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി അതെന്താണെന്നതിന് ഉത്തരം പറയട്ടെ. ഇനി അതല്ല, ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരുത്തരം പറയട്ടെ. വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതിയിൽ സഭകൾക്ക് ആശങ്ക വേണ്ടെന്നാണ് BJPയുടെ പ്രതികരണം. FCRA എന്ന് പറയുന്നത് NGOസിന് വരുന്ന വിദേശ ഫണ്ടിങ്ങാണ്. അതിൽ ക്രൈസ്തവ സഭയ്ക്ക് യാതൊരു ആകുലതയും ആവശ്യമില്ല. കാരണം ക്രൈസ്തവ സഭയുടെ അക്കൗണ്ട്സുകൾ ക്ലീനാണ്. ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ച്, അതായത് ഇത്തരം ഏജൻസികൾ വഴി, ഇത്തരം NGOസ് വഴിയാണ് രാജ്യവിരുദ്ധ ഫണ്ടിങ് ഉണ്ടാകുന്നത്. ഈ രാജ്യവിരുദ്ധ സംഘടനകൾ ഇത്തരം NGOസ് വഴി ഫണ്ടിങ് നടത്തുമ്പോൾ അതിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരുമ്പോൾ അത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനെന്നുള്ള പ്രചരണം ഇവിടെ കോൺഗ്രസ് നടത്തുന്നതാണ്. സഭയുടെ മുഴുവൻ നേതൃത്വത്തോടും പറയുന്നു, ഒരു കാരണവശാലും ഒരു ആകുലതയ്ക്കും കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇവിടെ സഭയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേസമയം വികസന വിഷയത്തിൽ പ്രോഗ്രസ് കാർഡ് പങ്കുവച്ച് പ്രതിപക്ഷത്തെ സംവാദത്തിന് ക്ഷണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിഷയങ്ങൾ മാറി മറിയുകയാണ്. തുടക്കത്തിൽ BJP RSS CPIM ഡീൽ എന്നതായിരുന്നു ആരോപണമെങ്കിൽ, അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമെങ്കിൽ, ഇപ്പോൾ അത് SDPI CPIM ബന്ധം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതി, ഈ വിഷയങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അതിനിടെ മുഖ്യമന്ത്രി വികസന വിഷയത്തിൽ സംവാദത്തിന് പ്രതിപക്ഷ നേതാക്കളെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറിമറിയുന്ന പുതിയ വിഷയങ്ങൾ? ദിലീപ് സൂചിപ്പിച്ച പോലെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഡീൽ വിവാദവും രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ഡീൽ വിവാദവും SDPI ബന്ധവും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് മാറി കാതലായ രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് പ്രചരണ രംഗത്ത് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രതിവാസവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിഷയങ്ങൾ ഇന്നലെ മുതൽ CPIM മുന്നോട്ട് വെക്കുന്നുണ്ട്. വയനാട് കുന്നംപറ്റയിൽ കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിൽ കുടൽകെട്ടി പ്രതിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളെ വിമർശിക്കുന്ന ഒരു സമീപനത്തിലേക്ക് CPIMും LDFും വരുന്നു. അതിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നു. അത്തരത്തിൽ ചർച്ച വികസനത്തിലേക്ക് ഗതി തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ഇടപെടൽ CPIMൻ്റെയും LDFിൻ്റെയും ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗത്തുനിന്ന് മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ കൊണ്ടുവരുന്നത് ക്രൈസ്തവ സഭകളെ, പ്രത്യേകിച്ചും നീതിപൂർവവും ആയി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് കോൺഗ്രസ് നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ KC വേണുഗോപാൽ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ FCRA നിയമ ഭേദഗതി തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുമ്പോൾ അതിൽ BJP പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിഷയമാണ്. കാരണം ഈ നിയമ ഭേദഗതി സ്വാഭാവിക നീതിയുടെ ലംഘനമാണോ, ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളുടെ ലംഘനമാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശങ്കകൾക്ക് മറുപടി പറയണമെന്ന ആവശ്യമാണ് കോൺഗ്രസും മറ്റും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും CPIM ഒക്കെ ഇക്കാര്യത്തിൽ ഒരു കാര്യമായ സമീപനം എടുത്തിട്ടില്ല എന്ന വിമർശനവും UDF മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ FCRA വിഷയം വരുന്നു. ഒപ്പം പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കാത്തതിനെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രചരണ വിഷയങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകട്ടെ വികസനത്തിൻ്റെ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്.
ക്ഷണിച്ചിരിക്കുകയാണ്. നേരത്തെ തൃത്താല പോലുള്ള മണ്ഡലങ്ങളിൽ MP രാജേഷും തിരുവനന്തപുരത്ത് നേമത്ത് വി ശിവൻകുട്ടിയുമൊക്കെയാണ് അവരവരുടെ മണ്ഡലങ്ങളിൽ സംവാദത്തിന് എതിരാളികൾ ക്ഷണിച്ചതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വികസന സംവാദത്തിന് തയ്യാറുണ്ടോ, ആ വികസന സംവാദത്തിന് തയ്യാറാണെന്ന കാര്യം ഫേസ്ബുക്കിലൂടെയും മറ്റും അറിയിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് പങ്കുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.